ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വീപ്പീസ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മിക്സി ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ചിലർക്കൊക്കെ ഇത് അറിയാൻ പറ്റും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ മിക്സി ക്ലീൻ ചെയ്യുന്നത് എന്ന് കാണാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ മിക്സി, സുജാതയുടെ മിക്സിയാണ്. വാങ്ങിയിട്ട് ഏകദേശം 2-3 വർഷമായിട്ടുണ്ട്. ഇത് വാങ്ങിയത് പിന്നെ ഞാൻ ഇതുപോലൊന്നും ക്ലീനാക്കി എടുത്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ മുകൾ ഭാഗം അഴിച്ചിട്ട് ക്ലീനാക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ പപ്പടക്കോലൊക്കെ വെച്ചിട്ട് അതുപോലെ ഉള്ളിലൊരു തുണിയൊക്കെ നനച്ച് അതൊക്കെ കുത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ഉള്ളിലായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നലുണ്ടായിരുന്നു ഈ ഒരു മുകൾ ഭാഗം അഴിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ആക്കുന്നതിന് മുൻപായിട്ട് തന്നെ പ്ലഗിൽ നിന്ന് പിന്നൊക്കെ ഒന്ന് അഴിച്ചെടുക്കണേ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കടയിൽ കൊണ്ടുകൊടുത്തിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പൈസയൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അവർ പെട്ടെന്നൊന്ന് തിരിച്ചപ്പോൾ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റിലൊരു ചെറുതായിട്ടൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കുപ്പിയുടെ അടപ്പൊക്കെ തുറക്കുമല്ലോ, വലത് ഭാഗത്തേക്കായിട്ടല്ല തിരിച്ചെടുക്കുക, അതേപോലെ തന്നെയാണ് ഈ ഒരു മിക്സിയുടെ മുകൾ ഭാഗവും നമ്മൾ അഴിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടുമേ. അപ്പോൾ എൻ്റെ മിക്സിയുടെ ഈ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എങ്ങനെ ക്ലീനാക്കിയാലും പോവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഞാനിതാ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ജെല്ല് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പസോഡ എന്നൊക്കെ പറയൂലേ, അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ബേക്കിംഗ് പൗഡർ അല്ല. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ഈ ഉൾഭാഗത്തുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ചൊരു ഇളം ചൂടുള്ള വെള്ളം ഇതിൻ്റെ ഈ അഴുക്കുള്ള ഭാഗത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മുകൾ ഭാഗത്തൊന്നും ആവാതെ നമ്മൾ ശ്രദ്ധിക്കണേ. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിത് പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലത്തെ ബ്രഷാണെന്നുണ്ടെങ്കിൽ ഈ ബ്രഷിൻ്റെ സൈഡ് ഭാഗത്തൊക്കെയുള്ള ഈർപ്പുണ്ടല്ലോ നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ട് നല്ലോണം ക്ലീൻ ആയിക്കൊള്ളൂ കേട്ടോ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇതാകുമ്പം ഒന്നും കൂടെ നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മിക്സിയൊക്കെ ഏകദേശം ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെള്ളം ഒഴിച്ചിട്ട് ക്ലീനാക്കി എടുക്കുക എന്നൊന്ന് കണ്ടേ. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ മിക്സിയെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. ഞാൻ ഫസ്റ്റിൽ ചെരിച്ച് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെരിച്ച് പിടിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തുള്ള ഈ ഹോൾസിൽ കൂടെ ഒന്നും വെള്ളം പോകില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ക്ലീനാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ എന്തായാലും നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. ഈ ഉൾഭാഗമാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഈ നമുക്ക് നോമ്പൊക്കെ വരുമല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് മിക്സിയും അതുപോലെ അടുക്കളയൊക്കെ നമുക്ക് ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നും ചെയ്യാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ അത് സൈഡ് ഭാഗമൊക്കെ നമുക്കിതുപോലെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ഈ ഒരു ബോഡി ഉണ്ടല്ലോ അത് നമുക്ക് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ജെല്ലുണ്ടല്ലോ അതിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. ഉരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകണ്ട. നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഏതെങ്കിലും ഒരു കോട്ടൻ്റെ മുണ്ടോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തുണി വെച്ചിട്ടാണ് നന്നായിട്ട് തുടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നമുക്ക് ഈ തുണി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്നും ഒരിക്കലും വെള്ളം അടിച്ചിട്ട് ക്ലീൻ ആക്കാനൊന്നും നോക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മിക്സി പെട്ടെന്ന് കേട് വരും. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഷോക്കൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ പാർട്ടുകളൊക്കെ കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ അടിഭാഗവും കൂടെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും നമ്മൾ വൃത്തിയാക്കണമല്ലോ.
അപ്പോൾ അതുപോലെ ഈ അടിഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു വയറുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പിന്നെ കുത്തുന്ന ഈ ഒരു വയർ, അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അതൊന്നും നമുക്ക് ഇതുപോലെ കഴുകിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ വെള്ളമാവുന്നുണ്ടോ എന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റ് നല്ലൊരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം, നമ്മൾ പ്ലഗിൽ കുത്തുന്നതിന് മുൻപായിട്ട് തന്നെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ നമ്മൾ നന്നായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇനി നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാനുള്ളത്. അതൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കാം. ഈ അടപ്പിൻ്റെ 4 ഭാഗത്തായിട്ടും ചെറുതായിട്ട് ഇങ്ങനെ ഓരോ എന്താ പറയുക, ഒരു അഴുക്കൊക്കെ പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഏതായാലും മിക്സി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വൃത്തിയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതാ ഈ ഒരു മിക്സി മാത്രമായിരിക്കും ചിലപ്പോൾ ഇതുപോലെ അഴിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. സാധാരണ മിക്സിയൊന്നും നമ്മൾ അഴിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്യൂലല്ലോ. നമ്മൾ സാധാരണ വേറെ രീതിയിലൊക്കെ അല്ലേ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട്. ഇനി ഇതാ ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സിയുടെ മുകൾ ഭാഗം നമ്മൾ അഴിച്ചെടുക്കുക. നമ്മൾ സാധാരണ കുപ്പിയുടെ അടപ്പൊക്കെ നമ്മൾ അഴിച്ചെടുക്കില്ല, ആ ഒരു രീതി മാത്രമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതാ ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ മിക്സി നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. വിചാരിച്ചതിനേക്കാളും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീരെ അഴുക്കൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മിക്സി ഒന്ന് ഓണാക്കിയിട്ട് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് കാണണമല്ലോ, അപ്പോൾ വല്ല കുഴപ്പമുണ്ടോയെന്ന് അറിയാമല്ലോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.